ഹായ് മക്കളെ, 2024-25 അധ്യയന വർഷത്തിലെ ആദ്യത്തെ പരീക്ഷയാണ് ഓണപരീക്ഷ. ഓണപരീക്ഷ ഇങ്ങ് എത്താറായി. ഓണപരീക്ഷ എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യമേ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കാം ചിലർ. മറ്റു ചിലർ ചില സമയത്ത് പരീക്ഷ അനൗൺസ് ചെയ്യട്ടെ എന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഓണപരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് ആണ്. അല്ലെ, നമുക്കറിയാം മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ്. കൃത്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു കാര്യത്തിൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ. സോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള എല്ലാ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പഠിക്കാൻ ഓണപരീക്ഷ എത്താറായി, സോ ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു സ്റ്റാർട്ടിങ് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു മൈൻഡ് സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് സമയമാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓണപരീക്ഷയെ സമീപിക്കേണ്ടത്. എങ്ങനെയാണ്, ഏത് സമയമാണ് പഠിക്കേണ്ടത്? ചില കുട്ടികൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് രാവിലെ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. സോ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ടൈം ടേബിൾ. അങ്ങനെ നമ്മൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആക്കി ഇനി നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ചാപ്റ്ററിലും ഓരോരോ കോൺസെപ്റ്റുകളായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. ആ കോൺസെപ്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ കോൺസെപ്റ്റിൽ എന്താണുള്ളത് അത് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ഇൻഡെപ്ത് ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ തന്നെ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് നിങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓർത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ആ രീതിയിൽ വേണം നമ്മൾ ഓരോ ചാപ്റ്ററിനെയും നമ്മൾ സമീപിക്കേണ്ടത്. അങ്ങനെ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ കോൺസെപ്റ്റിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടാവുക. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, ഇങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിക് പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുക തന്നെ ചെയ്യും. മാത്രമല്ല എക്സാമിനോടുള്ള ഫിയർ എൻറ്ററിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. സോ കൂടാതെ നമ്മൾ ഈ രീതിയിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റ് അനവധി ഫീച്ചേഴ്സുമായിട്ട് യുവ ബാച്ച് നമുക്കുണ്ട്, അറിയാം. സോ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ്, ഇനിയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഇനി നമുക്ക് ഓണപരീക്ഷയാണ് വരാനിരിക്കുന്നത്. സോ ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. കൂടെ സൈലം കൊമേഴ്സ് ടീം ഉണ്ടാവും. സ്റ്റേ ട്യൂൺ.